അങ്ങനെ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് കേട്ടോ വരവ്. കാര്യമായ എന്തോ പ്രശ്നം കണ്ടപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒന്ന് പരിശോധിക്കാൻ പോയതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പച്ചക്കറിയൊക്കെ മേടിച്ച് നീരവിന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ വിളി തുടങ്ങിയിട്ടുണ്ടോ നീരവിന്. തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ അതും പിന്നെ ഒരു മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 മിഠായി മേടിച്ചു പറഞ്ഞാൽ കേടായിരുന്നു കേട്ടോ, മറ്റേതാ കൊടുത്തുള്ളൂ. പിന്നെ കുട്ടിക്ക് വീണ്ടും വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ചപ്പം കൂടിയും കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് ഇതാ പച്ചക്കറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ നീരവെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ കൂടെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇതാ എല്ലാ പച്ചക്കറിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നിനല്ല എടുക്കുക, എളുപ്പത്തിനാണ്. ഇരുപപ്പളിക്കും കുഞ്ഞി കത്തി കൊടുത്തിട്ട് എന്നെ സഹായിക്കാൻ വന്നിരിപ്പുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല സഹായമായിട്ടുണ്ടായിരുന്നു. ഓടി വന്നിട്ട് ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് വേഗം പയറുപ്പേരി വെക്കാനും പിന്നെ കൈപ്പക്കായ വെറുതെ വറുത്തെടുക്കാനും വേണ്ടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ എന്തൊക്കെയോ മസാലകളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് സാധാ കുത്തി കച്ചട മോഡൽ തന്നെ. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇതാ എല്ലാം കൂടെ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചപ്പോൾ കൈപ്പക്കായും കൂടെ ഒന്ന് വറുത്ത് വെച്ചു. അപ്പടേന്ന് കഞ്ഞി വേഗം എടുത്ത് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, നീരവനും കൂടി കാണിക്കാണ്ടായിരുന്നു. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മൂക്കുമ്പോ ചെറുതായിട്ട് ഒരു കുരു പോലെ നീരപ്പന്റെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ച് ഓയിൽമെന്റ് ഒക്കെ മേടിച്ച് പിന്നെ അതാ നമ്മള് ഫ്രൂട്ട്സ് മേടിച്ചു. ഓണായിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ വിചാരിച്ച് നൈറ്റി തയ്ക്കാൻ വേണ്ടി തുണി മേടിച്ചു. പിന്നെ അതാ സ്കൂളിലേക്ക് അവൻ എന്തായാലും കൊണ്ടുപോകാൻ വേണ്ടി കുറച്ചും കൂടെ പച്ചക്കറി, കുക്കുമ്പർ, ക്യാരറ്റ് അങ്ങനെ എന്തൊക്കെയോ മേടിച്ചിട്ട് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് എത്തി. ഈ ആഴ്ച എന്തായാലും നമ്മുടെ അടുക്കള ഒന്ന് നടന്നിട്ടുണ്ട്, പച്ചക്കറി കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും എല്ലാം കൊണ്ടും കേട്ടോ. അപ്പൊ കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇനിയിപ്പോ വേറെ നടക്കണ്ടല്ലോ വിചാരിച്ച് എല്ലാം കയ്യോടെ കൊണ്ടുവന്ന് വെച്ചതാണ്. മൈസൂർ പാക്ക് എന്ന് പറയുന്ന സംഭവത്തിന്റെ പേരൊക്കെ മാറ്റിയിട്ടില്ല, എന്തോ ഒരു കുന്ത്രാണ്ട്, എനിക്ക് ആ പേര് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അത് മേടിച്ച് പഞ്ചസാര കാലിയാവാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡപ്പൊക്കെ ഒന്ന് ഫുള്ളാക്കി വെച്ചു. രാവിലെ മേടിച്ച പാല് അങ്ങനെ ഫ്രീസറിൽ കയറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ, കേടാവണ്ട വെച്ചിട്ട്. അത് കുറച്ച് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ട് പാല് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണ്. തുടങ്ങിയ ഓട്ടായോണ്ട് വല്ലാണ്ടൊന്നും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ആ ക്ഷീണൊന്നും കാണിക്കാണ്ട് വേഗം എന്റെ തുണികളും നീരവന്റെ യൂണിഫോം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തേച്ച് വരച്ച് കഴുകാന്ന് വിചാരിച്ച് പുറത്തടങ്ങിയതാട്ടോ. ദിവസമായി നമ്മുടെ അലക്ക് കല്ലിനെ നല്ലപോലെ ഒന്ന് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഉപയോഗിക്കാൻ പോവാണ്. നീരവിനെ കാടൊക്കെ എടുത്തിട്ട് വീടിന്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കുമ്പോൾ ഇടയ്ക്ക് എന്നോട് വന്ന് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം വിരിച്ചിട്ടു. പിന്നെ അതാ നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് രഞ്ജനേച്ചി കുറച്ച് ഉപ്പുമാവ് തന്നു. ചായ ഉപ്പുമാവൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വരാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലെങ്ത് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ കാണാൻ ടാറ്റ ബൈ ബൈ, സീ യു.